ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാനൊരു കേരള സർക്കാരിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എല്ലാവരും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ 10 പാസ്സായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യും. നമുക്കൊരു അടുത്തുള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ. അപ്പം എന്തെങ്കിലും കാരണവശാൽ നമുക്കത് പുതുക്കാൻ വിട്ടുപോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കതൊരു നോട്ടിഫിക്കേഷൻ വരുന്ന ടൈമിൽ സർക്കാരിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ മാത്രമേ നമുക്കത് വീണ്ടും റിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ നമുക്കിപ്പം വന്നിട്ടുണ്ട്. അതായത് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 12/12/2023 എന്താണ് നോട്ടിഫിക്കേഷൻ എന്ന് വെച്ചാൽ 1/1/2000 മുതൽ 31/10/2022 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ രജിസ്ട്രേഷൻ പുതുക്കാൻ കഴിയാതെ സീനിയോറിറ്റി നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് അവരുടെ തനത് സീനിയോറിറ്റി നിലനിർത്തിക്കൊണ്ട് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് പരാമർശ ഉത്തരവുകൾ പ്രകാരം അനുവാദം നൽകിയിരിക്കുന്നു. അതായത് എന്നാൽ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് നിരവധി അപേക്ഷകൾ തുടർന്നും സർക്കാരിന് ലഭിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ 1/1/2000 മുതൽ 31/10/2023 വരെയുള്ള കാലയളവിൽ വിവിധ കാരണങ്ങളാൽ പുതുക്കാനാകാതെ റദ്ദായ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷനുകൾ സീനിയോറിറ്റി നഷ്ടമാകാതെ ഉത്തരവ് പുറപ്പെടുവിക്കുന്ന ദിവസം മുതൽ 2024 ജനുവരി 31 വരെ പുതുക്കി സ്ഥാപിക്കുന്നതിന് അനുമതി ഉത്തരവ് പുറപ്പെടുവിക്കുന്നു. അപ്പോൾ നമ്മൾ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷനിൽ നമ്മൾ സീനിയോറിറ്റി പുതുക്കാൻ മറന്നു പോകുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മുടെ മറ്റു കാരണങ്ങളാൽ നമുക്ക് പുതുക്കാൻ പറ്റാതെ റദ്ദായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഡേറ്റ് മുതൽ 12/12/2023 മുതൽ 2024 ജനുവരി 31 വരെ നമുക്കത് പുതുക്കി സ്ഥാപിക്കുന്നതിന് നമുക്ക് പറ്റും. അപ്പോൾ അതിന് ഓൺലൈനായിട്ട് നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. അഥവാ ഓൺലൈൻ ത്രൂ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർട്ടിഫിക്കറ്റും നമുക്കൊരു കാർഡ് തന്നിട്ടുണ്ടാവും. ആ കാർഡുമായിട്ട് നമ്മൾ ഡയറക്റ്റ് ഏത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ആണോ അവിടെ പോയി നമുക്കത് പുതുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓൺലൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് റിന്യൂ ചെയ്ത് കഴിയുമ്പം ലാസ്റ്റ് നിങ്ങൾക്ക് ഒരു ഫോം ഡൗൺലോഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ റിന്യൂ ചെയ്തു എന്നൊട്ട് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം ഫ്യൂച്ചറിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആവശ്യത്തിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ ഇതിൻ്റെ ഓൺലൈൻ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.